6000 കിലോമീറ്റർ ഓടി. വെറും 6000 കമ്പനിയിൽ നിന്ന് ഇറങ്ങി വരുന്ന അതേപോലെ തന്നെ റീപ്ലേസ്മെന്റും കാര്യമൊന്നുമില്ല. എത്ര കൊടുക്കാം? 60 രൂപ ചോദിക്കുന്നത്. ചെറിയൊരു കൊടുക്കാം. വണ്ടി കുഴപ്പമില്ല. ഫൈനൽ എത്ര കൊടുക്കാം? നമ്മൾ 11,400 രൂപ കൊടുക്കാം. 11,400. അത് എത്ര ഫിനാൻസ് ഏകദേശം? 1100 രൂപ. ബ്രോ അത് പുഷ് ബട്ടൺ സ്റ്റാർട്ടിംഗ് ഒക്കെ വരും? അതെ പുഷ് ബട്ടൺ. ഓക്കെ. അപ്പോൾ ഫൈനൽ എത്ര കൊടുക്കാം ബ്രോ? ഇത് 13 രൂപ ചോദിക്കുന്നത്. 13 രൂപ. ഓക്കെ. ചെറിയ കൈ കൊടുക്കാം. ചെറിയ കൈ കൊടുക്കാം. നമ്മൾ എത്ര കൊടുക്കാം? ഒരു 55 രൂപ ചോദിക്കണം. എന്തെങ്കിലും ആൾ വരുന്നതനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്രണ്ട്സ്, റനീസ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നുള്ളത് മലപ്പുറം ജില്ലയിലുള്ള വെന്നൂര് വില്ലുംപടി ആണുള്ളത്. അവിടെ സഫ യൂസർ കാർസിലാണ് ഉള്ളത്. അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതൊക്കെ സുഖല്ലേ, റാത്തല്ലേ? അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് വണ്ടി നമ്മൾ അൾട്ടോ 800 2012 മോഡൽ. റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. എത്ര കിലോമീറ്റർ ഓടിക്കും? ഇത് 90,000 കിലോമീറ്റർ ഓടി. 90,000 കിലോമീറ്റർ. അത് ജെന്യൂൻ കിലോമീറ്റർ ആണ്. പിന്നെ എത്രാമത്തെ ഓണറാണ്? ഓണർഷിപ്പ് 4ാമത്തെ ഓണർ അല്ലേ? വേറെ അപാകതയും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ. നമുക്ക് ഫൈനലൊക്കെ എത്ര കൊടുക്കുക വേണ്ടി? ഇത് ഒരു 1.7 ചോദിക്കണമെങ്കിൽ പാർട്ടി അനുസരിച്ച് നമുക്ക് ചെയ്തു. എത്ര ഫിനാൻസ് വരും? ഫിനാൻസ് ഒരു 1.4 രൂപ. അടുത്തൊരു വീണ്ടും അൾട്ടോ 800 2021 മോഡൽ വണ്ടി. 2021 മോഡൽ. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ. ആകെ 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഇത് 3.40 ചോദിക്കുന്നു. 3.40. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? അങ്ങനത്തൊന്നുമില്ല. ഒരു റീപ്ലേസ്മെന്റ് കാര്യമില്ല. എത്ര ഫിനാൻസ് വരുന്നത്? ഇതിന് മാക്സിമം ഒരു 3 രൂപ 3.4 രൂപ ചിലപ്പോൾ. 3 എത്ര ചോദിക്കുന്നത്? 3.40. ഒരു 40 രൂപ വണ്ടി. അടുത്തൊരു കേട്ടണ് 2023 മോഡൽ കേട്ടൻ. 2023 മോഡൽ. ആകെ 19,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. VXI പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ. പിന്നെ അപ്പോൾ ഇതിൽ ഏതൊക്കെ ഓപ്ഷൻസ് വരിക? ഇത് VXI പ്ലസും ഫുൾ ആണ്. ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. റീപ്ലേസ്മെന്റ് ഒന്നും റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. ഇത് ചോദിക്കുന്നത് ഫൈനലൊക്കെ എത്ര കൊടുക്കാം? 4 രൂപ. 4 രൂപ. ഇത് എത്ര ഫിനാൻസ് വരും ഏകദേശം? ഒരു 4 രൂപ. ഒരു 50 രൂപ വണ്ടി എടുക്കാം. ഓക്കെ. അടുത്തൊരു വീണ്ടും അൾട്ടോ 800. ഇത് 2022 മോഡൽ VXI. 2022 മോഡൽ. റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക് സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. എത്രാമത്തെ ഓണറാ? ഇത് സിംഗിൾ ഓണർ ഉണ്ട്. സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ വരാൻ? 25,000 കിലോമീറ്റർ. 25,000 അല്ലേ? അപ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ക ക്വാളിറ്റിയാണ്. ഇൻബിൽഡ് മ്യൂസിക്കും 2 ഡോർ പവർ വിൻഡോ AC ഒക്കെ വരും. ബ്രോ അത് ഫൈനലൊക്കെ എത്ര കൊടുക്കാം? ഇത് 4 രൂപ ചോദിക്കണം. എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് കൊടുക്കാം. ഇതിപ്പോ എന്താ ഫിനാൻസ് എത്ര കയറും? ഇതിന് ഫിനാൻസ് ഒരു 3.5 ആ റേഞ്ചിലേക്ക് കയറും. ഇത് 50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കല്ലേ? അടുത്തൊരു ഐട്ടൺ. ഇത് ഐട്ടൺ 2012 മോഡൽ. 2012 മോഡൽ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്രാമത്തെ ഓണറാ? സെക്കൻഡ് ഓണർ. എത്ര കിലോമീറ്റർ ഓടി വേണോ? കിലോമീറ്റർ അറിയില്ല. അത് മീറ്റർ കസ്റ്റമർ പറഞ്ഞാൽ കാണിച്ചു കൊടുക്കാം. നമുക്ക് ഫൈനൽ എത്ര കൊടുക്കുക വേണ്ടി? ഇത് 1.90. 1.90. എന്തെങ്കിലും കുറയോ? ഇതിപ്പോ എന്തെങ്കിലും ഫിനാൻസ് എന്തെങ്കിലും കയറുമോ? ഫിനാൻസ് കയറൂല. 2012 ഏകദേശം എത്ര കയറും? ഫിനാൻസ് ഒരു 1.25 രൂപ കിട്ടും. 1.25 രൂപ കയറൂലേ? ഒരു എക്സ്പ്രസോ. ഇതെങ്ങനെ മോഡൽ വരുന്നത്? ഇത് 2023 മോഡൽ. 2023 മോഡൽ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടി. 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആകെ 10,000 ഓടിയിട്ടുള്ളൂ. പിന്നെ വേറെ അപാകതയും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കമ്പനി ഇറക്കി കൊണ്ടുപോകണം. അതേപോലെ 10,000 ഓടിയിട്ടുള്ളൂ അല്ലേ? ബ്രോ അത് ഫൈനലായി എത്ര കൊടുക്കാം? ഇത് 5.15 ചോദിക്കണം. എന്തെങ്കിലും ചെറിയ മട്ടത് ചെയ്ത് കൊടുക്കാം. പിന്നെ എത്ര ഫിനാൻസ് വരുന്നതിന്? ഇതിന് 4.25 4.25 നല്ല ട്രാക്കുള്ള കസ്റ്റമർക്ക് 5 രൂപ കയറുമോ? 5 രൂപ ചിലപ്പോൾ കയറി കൂടെ ഇല്ല. നല്ല ട്രാക്കുള്ള കസ്റ്റമർക്കാണ്. മോഡൽ 2023 മോഡൽ. 2023 മോഡൽ. പിന്നെ ഓപ്ഷൻ വരുന്നത് എങ്ങനെ? ജീറ്റ അല്ലേ? പിന്നെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്രാമത്തെ ഓണറാ? ഇത് സിംഗിൾ ഓണർ. 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആകെ 25,000 ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഫൈനലായി എത്ര കൊടുക്കാൻ വേണ്ടി? ഇത് 6.85 ചോദിക്കണം. എന്തെങ്കിലും ചെറിയ മട്ടത്തിൽ 6.85 ചോദിക്കുന്നത്. ഓക്കെ. എത്ര ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് ഒരു 6.25 6.5 ആ റേഞ്ചിലേക്ക് വരും. ഒരു 10-30 രൂപ വണ്ടി ഇറക്കല. നല്ല ട്രാക്കുള്ള കസ്റ്റമർക്കാണെങ്കിൽ 10-15 രൂപ വണ്ടി. അടുത്തൊരു ബലാനോ. ഇതെങ്ങനെ മോഡൽ വരുന്നത്? 2017 മോഡൽ. ഓട്ടോമാറ്റിക് സീറ്റ. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. പിന്നെ എത്ര കിലോമീറ്റർ ഓടി വരാൻ? ഇത് 85,000 കിലോമീറ്റർ ഓടിക്കുന്നത്. 85,000 കിലോമീറ്റർ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി. മേജർ തട്ടുമുട്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഗ്യാരണ്ടി കസ്റ്റമർക്ക് കൊടുക്കാം. വേറെ റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. ഓക്കെ. ടയറും കാര്യവും 80% മുകളിൽ ടയറും കാര്യങ്ങളും വരുന്നുണ്ട്. ഇന്റീരിയൽക്ക് അത്യാവശ്യം ക്വാളിറ്റി വണ്ടി മെയിൻറ്റെയിൻ ഉണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടച്ച് ലിസ്റ്റും കാര്യങ്ങളും വരുന്നുണ്ട്.
അലയും കാര്യം വരുന്നുണ്ട് അല്ലേ? ആ സീറ്റ് ഫുൾ ഓപ്ഷൻ നേരെ അടിയുള്ള ബട്ടർ കാര്യം വരുന്നതാണ്. ബട്ടർ സ്റ്റാർട്ട് വരുന്നുണ്ട്. ഫൈനലൊക്കെ എത്ര കൊടുക്കാം ബ്രോ? ഇത് 6,400 രൂപ ചോദിക്കുന്നത് ചെറിയ മോഡൽ നമുക്ക് കൊടുക്കാം. എത്ര ഫിനാൻസ് ഏകദേശം? ഇതിന് ഒരു 5.5 5.45 നല്ല ട്രാക്ക് കസ്റ്റമർ. അടുത്തൊരു വീണ്ടും ബലേനോ 2018 മോഡല് സീറ്റ ഓപ്ഷൻ വരുന്ന ഡീസൽ വണ്ടി. ഡീസൽ വണ്ടി അല്ലേ? റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് കാര്യം ഒന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടിയാണ്. 65,000 കിലോമീറ്റർ ഓടിക്കുന്നത്. 65,000 ഓടിയത്. അത് ജെന്യൂൻ ആണോ? ഓക്കെ. പിന്നെ ഇതിൽ കമ്പനി ഹിസ്റ്ററി ഉണ്ട്. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയല്ലേ? നമ്മൾ കസ്റ്റമർക്ക് വന്നിട്ട് റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. അലയും കാര്യം കമ്പനി വരുന്നുണ്ട്. നമുക്ക് എത്ര കൊടുക്കാം ബ്രോ? ഇത് 7 റുപ്യ ചോദിക്കുന്നുണ്ട്. ചെറിയ മോഡൽ കൊടുക്കാം. എന്തെങ്കിലും പിന്നെ ഫിനാൻസ് എത്ര കയറും ഇതില്? ഫിനാൻസ് ഒരു 6 റുപ്യ. നല്ല ട്രാക്ക് കസ്റ്റമർക്കാണ്. 1,00,000 റുപ്യ വണ്ടി ഇറക്കാം. ഓക്കെ. അപ്പൊ അടുത്തൊരു വീണ്ടും വിലനാ, പുതിയ മോഡൽ വിലനാ. 2023 മോഡൽ വിലനാ. 2023 മോഡൽ വില. ആകെ 45,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 45,000 ആകെ ഓടിയിട്ടുള്ളൂ. മേജർ തട്ടുമുട്ട കാര്യം തന്നെ ഇല്ല. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആൽഫ. ഇതിന് മോഡലിന് ഓപ്ഷൻ ഇല്ല. ഓക്കെ. എത്ര ഫൈനലേക്ക് എത്ര കൊടുക്കാം? ഇത് 8.25 റുപ്യ ചോദിക്കണത്. ചെറിയ മോഡൽ എന്തെങ്കിലും ഒക്കെ 8.25. എത്ര ഫിനാൻസ് ഇതിന്? ഇതിനൊരു 8-8.15 ആ റേഞ്ചിലൊക്കെ കയറും അല്ലേ? പിന്നെ അടുത്തൊരു സ്വിഫ്റ്റ്, റെഡ് കളർ സ്വിഫ്റ്റ്. ഇത് എങ്ങനെ മോഡൽ തന്നെ? ഇത് 2023 മോഡലുണ്ട്. 2023 മോഡല്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒരു റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. 29,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 29,000 ഓടിയിട്ടുള്ളൂ. പെട്രോൾ ഡീസലാ? പെട്രോൾ വണ്ടി. ഇത് എത്ര മൈലേജ് ഏകദേശം? ഇതെന്തായാലും കമ്പനി 20 പുറത്ത് പറയുന്നുണ്ട്. ഒരു 18-20 എന്തായാലും കിട്ടും. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഫൈനലൊക്കെ എത്ര കൊടുക്കാം? ഇത് 7.35. എത്ര ഫിനാൻസ് എത്ര ഏകദേശം? ഒരു 6.25 ആ റേഞ്ചിലൊക്കെ കിട്ടൂലേ? ഓക്കെ ബ്രോ. അടുത്തൊരു ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ്. ഇത് 2024 മോഡല്. 2024 മോഡല്. ആകെ 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആകെ 17,000 കിലോമീറ്റർ ഉള്ളു. എത്രാന്ന് തോന്നാ? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ. VXI ഓപ്ഷൻ ബട്ടർ സ്റ്റാർട്ടൊക്കെ വരുന്നുണ്ട്. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും അത് ഗ്യാരണ്ടി കൊടുക്കാം. സർവീസും കാര്യങ്ങളൊക്കെ ശരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയറും കാര്യങ്ങളും 80% മുകളിൽ ടയറും കാര്യങ്ങളുണ്ട്. ഓക്കെ. നമുക്ക് ഫൈനൽ എത്ര കൊടുക്കാം? 8.25 റുപ്യ. 8.25. എത്ര ഫിനാൻസ് ഏകദേശം? ഫിനാൻസ് ഒരു 7.5 റുപ്യ. 7.5. നല്ല ട്രാക്കുള്ള കസ്റ്റമർക്ക് ആണെങ്കിൽ 7.5 മാക്സിമം കയറില്ല. അടുത്ത് റെഡ് കളർ പോളോ. ഇത് 2018 മോഡൽ 19 റേസറുകളുണ്ട്. 2018-19 രജിസ്ട്രേഷൻ. റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. ഡീസലാണ് വണ്ടി. ഡീസൽ വണ്ടി. ഹൈലൈൻ ഓപ്ഷൻ വരുന്നത്. ഹൈലൈൻ ആണ് വരുന്നത്. സിംഗിൾ ഓണർ ആണ്. 85,000 കിലോമീറ്റർ ഓടിക്കും. 85,000. അത് നമ്മള് ഷോറൂമിൽ ഹിസ്റ്ററി ഉണ്ടാവും. വേറെ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇവിടെ വേണ്ടി ചെക്ക് ചെയ്യാം. പിന്നെ അത് നമുക്ക് ഫൈനൽ എത്ര കൊടുക്കാം? ഇത് 7.65 ചോദിക്കുന്നത്. 7.65 ചോദിക്കുന്നുണ്ട്. ഇത് ചെറിയ മട്ടത്തിൽ ചെയ്തു. ഓക്കെ. എത്ര ഫിനാൻസ് ഏകദേശം? ഇതിനൊരു 7 റുപ്യന്റെ അടുത്ത് വരെ. ഒരു 65 റുപ്യന്റെ പോളോ ഇറക്കാം നമുക്ക്. റെഡ് കളർ പോളോ ഇറക്കാം. ഓക്കെ. അടുത്ത വീണ്ടും പോളോ 2017 മോഡലുണ്ട്. 2017 മോഡല്. റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്രാമത്തെ ഓണറാ? സിംഗിൾ ഓണർ വണ്ടിയാണ്. പെട്രോൾ ആണ്. ഇത് കിലോമീറ്റർ 50,000 ഓടിയിട്ടുള്ളൂ. ആകെ 50,000 ഓടിയിട്ടുള്ളൂ. അത് കമ്പനി ഹിസ്റ്ററി. ഓക്കെ. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും. നമുക്ക് ഫൈനൽ എത്ര കൊടുക്കാം? ഇത് 5.65 ചോദിക്കുന്നത്. 5.65 കസ്റ്റമർ വരികയാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്തെടുക്കാം. എത്ര ഫിനാൻസ് ഏകദേശം? ഫിനാൻസ് ഒരു 5 റുപ്യന്റെ അടുത്ത് വരും. ഒരു 65 റുപ്യണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ഓക്കെ. നല്ല ട്രാക്കുള്ള കസ്റ്റമർക്ക് ഒരു 65 റുപ്യണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. അടുത്തൊരു എറ്റിയോസ് ലീവ. ഇതെങ്ങനെ മോഡൽ? 2017 മോഡല്. 2017. പെട്രോൾ വേരിയന്റ് ആണ് വരുന്നത്. ഓക്കെ. ഒറിജിനൽ കേരള. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. ഓക്കെ. എത്ര കിലോമീറ്റർ ഓടിക്കുന്നത്? 50,000 കിലോമീറ്റർ. ആകെ 50,000 ഓടി. കമ്പനി ഹിസ്റ്ററി റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഫൈനൽ എത്ര കൊടുക്കാം? ഫൈനൽ ഇത് 5.65 ചോദിക്കുന്നത്. ചെറിയ മട്ടത്തിൽ. എത്ര ഫിനാൻസ് ഏകദേശം? ഫിനാൻസ് ഇതിന് ഒരു 5 റുപ്യ ചോറ് കിട്ടും. ഒരു 65 റുപ്യന്റെ വണ്ടി എടുക്കാം. ഒരു നല്ല ട്രാക്ക് റേഞ്ച് ലോൺ കയറുള്ളൂ. നല്ല ട്രാക്ക് കസ്റ്റമർക്ക് ആണെങ്കിൽ അത്യാവശ്യം കയറൂലേ? ഓക്കെ. അടുത്തൊരു ക്രെറ്റ, പുതിയ മോഡൽ ക്രെറ്റ. 2022 മോഡൽ. 2022 മോഡൽ. ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. ഓക്കെ. ഡീസലാണ്. ഓട്ടോമാറ്റിക് അല്ലേ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നമുക്ക് ഗ്യാരണ്ടി കസ്റ്റമർക്ക് കൊടുക്കാം. എത്രാമത്തെ ഓണറാ? സിംഗിൾ ഓണർ. അല്ലേ? എത്ര കിലോമീറ്റർ ഓടി പറയുന്നുണ്ട്? ഇത് 85,000. അത് ഒറിജിനൽ ഇതുണ്ടാവും. നമ്മളെന്താ പറയുക, സർവീസ് ഉണ്ടാവും. സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഫൈനലൊക്കെ എത്ര കൊടുക്കാൻ വേണ്ടി? ഇത് 16.25 റുപ്യ. ഓക്കെ. അതിൽ എത്ര ഫിനാൻസ് വരും? ഇതിമൊരു 16 റുപ്യ അറേഞ്ച് വരെ. ബ്രോ, അപ്പൊ നമുക്ക് ഒരു 75,000 റുപ്യ ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കാം. ഓക്കെ. നല്ല ട്രാക്കുള്ള കസ്റ്റമർക്ക് ആണെങ്കിൽ ഒരു 75,000 റുപ്യ ഉണ്ടെങ്കിൽ ക്രെറ്റ ഇറക്കാം. ടയറും കാര്യം ഒരു 80% മുകളിൽ ടയറുണ്ട്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ്
മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അടുത്തൊരു മാരുതിന്റെ എർട്ടിക. ഇതെങ്ങനെ മോഡൽ? പുതിയ മോഡൽ 2022 മോഡൽ. 2022 മോഡൽ. VXI ആണ്. ന്യൂ ഷേപ്പിലെ ഹൈബ്രിഡ്. ഇത് എക്സ്ട്രാ ചെയ്ത് നമ്മൾ അലോയ് ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. എത്രാമത്തെ ഓണറാ? സിംഗിൾ ഓണർ 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 37 ആകെ ഓടിയിട്ടുള്ളൂ. അത് കമ്പനി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, നമുക്ക് ഗ്യാരണ്ടി കസ്റ്റമർ ഒക്കെ കൊടുക്കാം. ഓക്കെ, അലയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കമ്പനി അലയും കാര്യങ്ങളൊക്കെയാണ്. മാരുതിന്റെ സുസ്കിന്റെ ഒറിജിനൽ അലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഫൈനലൊക്കെ എത്ര കൊടുക്കാം? 10 രൂപ ചോദിക്കുന്നത് ചെയ്ത് കൊടുക്കാം. എത്ര ഫിനാൻസ് വരും ഏകദേശം? ഇതിന് ഒരു 9 രൂപ 9.5 രൂപ. ഓക്കെ, നമുക്കൊരു 1 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ വണ്ടി എടുക്കാം. നല്ല ട്രാക്കുള്ള കസ്റ്റമർക്ക് ആണെങ്കിൽ. 23 മോഡൽ ZXi എന്നെക്കായി ഒരു കൊല്ലം കൂടി മുന്നിൽ പോണേ. 2023 മോഡൽ. ഓക്കെ, റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. ഓക്കെ, എത്രാമത്തെ ഓണറാ? ഇത് സിംഗിൾ ഓണർ വണ്ടി. എത്ര കിലോമീറ്റർ ഓടി? 40,000 കിലോമീറ്റർ ഓടി. ഓക്കെ, നമുക്ക് ഗ്യാരണ്ടി കസ്റ്റമർ ഗ്യാരണ്ടി കൊടുക്കാം. ഓക്കെ, അലോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ZXi പ്ലസ് ഫുൾ ഓപ്ഷൻ ആണ്. ഇതിന്റെ മോൾക്കിന് ഓപ്ഷൻ ഇല്ല. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് കമ്പനി മ്യൂസിക് സിസ്റ്റം ചോദിക്കുന്നത്. ഓക്കെ, ചെയ്തെടുക്കാം. ഓക്കെ, ഫിനാൻസ് എത്ര വരും ഏകദേശം? ഫിനാൻസ് ഒരു 11 രൂപ 11.5 ആ റേഞ്ചിലൊക്കെ കയറൂലേ? നല്ല ട്രാക്ക് ആണെങ്കിൽ, നല്ല ട്രാക്കുകളാണെങ്കിൽ ഒരു 1 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കാം. ഓക്കെ, നല്ല ട്രാക്കുള്ള കസ്റ്റമർക്ക് ആണെങ്കിൽ. ഓക്കെ, അടുത്തൊരു ഇന്നോവ. കേരള സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി. റീപ്ലേസ്മെന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യം. എത്ര കിലോമീറ്റർ ഓടിക്കുന്നത്? 1.35 ഓടിക്കുന്നു. 1.35. ജെന്യൂൻ ഓട്ടല്ലേ? സർവീസ് ഉള്ള വണ്ടിയാണ്. ടയോട്ടയിൽ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല. ഗ്യാരണ്ടി കസ്റ്റമർക്ക് കൊടുക്കാം. എത്രാമത്തെ ഓണറാ? സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ വണ്ടി അല്ലേ? ഇത് ഏതാ ഓപ്ഷൻ വരുന്നത് ബ്രോ? 2.5. അലോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബ്രോ 2 എയർ ബാഗ് വരും ഇതിന്? 2 എയർ ബാഗ്. ഡ്രൈവർ സൈഡും വരും, കോ ഡ്രൈവർ സീറ്റും വരും അല്ലേ? നമുക്ക് ഫൈനലൊക്കെ എത്ര കൊടുക്കാം? ഇത് 9,000 രൂപ ചോദിക്കുന്നത്. 9,000 രൂപ ചോദിക്കുന്നത്. അതിലിപ്പോ എന്തെങ്കിലും നെഗോഷിയേഷൻ കസ്റ്റമർ വരികയാണെങ്കിൽ ചെയ്ത് കൊടുക്കുക. നമ്മൾ എത്ര ഫിനാൻസ് ഇതിന്? ഫിനാൻസ് ഒരു 7 ആ റേഞ്ചിലൊക്കെ കയറും. നല്ല ട്രാക്കുള്ള കസ്റ്റമർക്ക് ആണെങ്കിൽ. ടാറ്റന്റെ നെക്സോൺ. ഇതെങ്ങനെ മോഡൽ വരുന്നത്? 2019 മോഡല് ഡീസൽ വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. എത്രാമത്തെ ഓണറാ? സെക്കൻഡ് ഓണർ. 85,000 കിലോമീറ്റർ ഓടി. അതൊക്കെ ജെന്യൂൻ കിലോമീറ്റർ. നമ്മൾ കമ്പനി ഹിസ്റ്ററി റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല. ഗ്യാരണ്ടി കസ്റ്റമർക്ക് കൊടുക്കാം. ടയറും കാര്യവും 80% മുകളിൽ ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്ററും കാര്യങ്ങളൊന്നും ഇല്ല. ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബ്രോ, നമുക്ക് ഫൈനലിലേക്ക് എത്ര കൊടുക്കുക വണ്ടി നെക്സോൺ? ഇത് നമുക്കൊരു 6.35 കൊടുക്കാം. 6.35. എത്ര ഫിനാൻസ് വരുന്നത്? ഫിനാൻസ് ഒരു 6 റുപ്യന്റെ അടുത്ത് വരും. അപ്പൊ ഒരു 35 റുപ്യക്ക് വണ്ടി ഇറക്കാം. നല്ല ട്രാക്കുള്ള കസ്റ്റമർക്കാണെങ്കിൽ 35 റുപ്യക്ക് വണ്ടി ഇറക്കാം. ഒരു ഫോർഡിന്റെ എക്കോസ്പോർട്ട്. ഇതെങ്ങനെ മോഡൽ വരുന്നത്? ഇത് 2015 മോഡൽ. 16 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. ഡീസലാണ്. ഓക്കെ, അത്യാവശ്യം നല്ല മൈലേജും ഉണ്ടാവും. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടി പറയാൻ? ഇത് 74,000 കിലോമീറ്റർ. അത് ജെന്യൂൻ ആണ്. റീപ്ലേസ്മെന്റും കാര്യമൊന്നുമില്ല. നമുക്ക് ഗ്യാരണ്ടി കസ്റ്റമർക്ക് കൊടുക്കാം. ഇതിപ്പോ ഫോർഡിൽ അവിടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല. ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്കോസ്പോർട്ട് നമുക്ക് ഫൈനൽ എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 5.30 കൊടുക്കാം. 5.30 കൊടുക്കാം. പിന്നെ എത്ര ഫിനാൻസ് വരും ഏകദേശം? ഫിനാൻസ് ഒരു മാക്സിമം കയറും. ഫുൾ ഓൺ ആയിട്ട് കയറും. ഓക്കെ, നല്ല കസ്റ്റമർ, നല്ല ട്രാക്കുള്ള കസ്റ്റമർക്ക് ആണെങ്കിൽ ഒരു പൈസ ഇറക്കണ്ട. ഫുൾ ഓൺ ആയിട്ട് കസ്റ്റമർക്ക് കൊണ്ടുപോകും. ചിലപ്പോ ചെറിയ ട്രാക്ക് കുറച്ച് കുറവാണെങ്കിൽ ചെറിയ മോഡൽ. ഇന്നോവന്റെ ക്രിസ്റ്റ. ഇതെങ്ങനെ മോഡൽ വരുന്നത്? 2018 മോഡൽ. 2018 മോഡൽ. ഇവിടെ നമ്പർ ആയതാണ്, കേരള നമ്പർ. ഓക്കെ, ഇത് റീ രജിസ്ട്രേഷൻ വണ്ടിയല്ലേ? ഇവിടെ നമ്പറായ വണ്ടി. പിന്നെ എത്ര കിലോമീറ്റർ ഓടി പറയാൻ പറ്റുമോ? കിലോമീറ്റർ 1.80 ഓടിക്കും. 1.80. അത് ജെന്യൂൻ ആവോ? ആവും. ഉറപ്പ് പറയാൻ പറ്റൂല. പുറത്തുനിന്ന് ഉറപ്പ് പറയാൻ പറ്റൂല. ഓക്കെ, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. മെയിൻ ക്ലാസ് അങ്ങനെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലേ? അപ്പൊ അത് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. റീപ്ലേസ്മെന്റിൽ. പിന്നെ കമ്പനി അലോയും കാര്യങ്ങളൊക്കെയാണ്. ഒരു 90% അടുത്ത് ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 15-65. അതിലെന്തെങ്കിലും കുറയോ? ചെറുതായി കുറയാം. എത്ര ലോൺ കയറും? ഫിനാൻസ് എത്ര കയറും? ലോൺ എന്തായാലും ഒരു 14 രൂപ വരും. 14 രൂപ കയറും. ഒരു 1 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ഓക്കെ,
നല്ല ട്രാക്കുള്ള കസ്റ്റമർക്കാണ്. അടുത്തൊരു അൾട്ടോ കേട്ടണ് 2015 മോഡലുണ്ട്. 2015 വന്നു. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല, ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. പിന്നെ ചെറിയൊരു പഠിത്തക്കാർക്ക് നടക്കാൻ വേണ്ടി ആകെ സിംഗിൾ ഓണർ വണ്ടി 40,000 കിലോമീറ്റർ ഓടി. ആകെ 40,000 വണ്ടി ഓടിയിട്ടുള്ളത്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, നമ്മൾ ഫൈനൽ എത്ര കൊടുക്കാം? ഇത് 3.30 ചോദിക്കുന്നത്, ചെറുതായിട്ട് കൊടുക്കാം. ഓക്കെ, എത്ര ഫിനാൻസ് വരും? ഫിനാൻസ് നമുക്ക് ഒരു 3 റുപ്യന്റെ അടുത്ത് കയറും. ഒരു 30 റുപ്യ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. നല്ല ട്രാക്കുള്ള റെഡിഗോ. 2017 മോഡല് 18 റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്രാമത്തെ ഓണറാ? ഇത് തേർഡ് ഓണർഷിപ്പ്. പിന്നെ എത്ര കിലോമീറ്റർ ഓടി പറയാൻ? ഇത് 65 ഓടി. 65,000 ഓടിയിട്ടുള്ളൂ. അത് കമ്പനി. ഓക്കെ, നമുക്ക് ഫൈനൽ എത്ര കൊടുക്കാം? ഇത് 2.20 ചോദിക്കുന്നത്. 2.20. പിന്നെ എത്ര ഫിനാൻസ് ഏകദേശം? ഫിനാൻസ് ഇതിമൊരു 2 റുപ്യ വരെ കയറും. ഓക്കെ, ഒരു 10-20 റുപ്യ ഉണ്ടെങ്കിൽ വണ്ടി നല്ല ട്രാക്കുള്ള കസ്റ്റമർക്കാണെങ്കിൽ. ഓക്കെ, അടുത്തൊരു ഒമ്നി. ഇതെങ്ങനെ മോഡൽ? 2016 മോഡലുണ്ട്. 2016 മോഡല്. പിന്നെ അതിൽ തട്ടുമുട്ട അങ്ങനെ തട്ടുമുട്ടൊന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്നത്. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടി? 74,000 കിലോമീറ്റർ ഓടി. 74,000. അത് കമ്പനി സ്റ്റേർ ഉണ്ടാ? ചെറിയ നോക്കി നോക്കണ്ടി വരില്ലേ? കസ്റ്റമർക്ക് പറഞ്ഞിട്ട് കൊടുക്കാം. വണ്ടി മേജർ കംപ്ലൈന്റും കാര്യങ്ങളൊന്നുമില്ല, അത് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാം. ഓക്കെ, അപ്പൊ എത്ര ഫൈനൽ എത്ര കൊടുക്കാം? ഇത് 2.25 റുപ്യ. 2.25. അതിലെന്തെങ്കിലും കുറയോ? ചെറുതായിട്ട് എന്തെങ്കിലും. ഓക്കെ, എത്ര ഫിനാൻസ് ഏകദേശം? ഫിനാൻസ് ഒരു 2 റുപ്യന്റെ അടുത്ത് കയറും. ഒരു 25 റുപ്യ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം, നല്ല ട്രാക്കുള്ള കസ്റ്റമർക്കാണെങ്കിൽ. ഓക്കെ, അടുത്തൊരു അൾട്ടോ. ഇതെങ്ങനെ മോഡലാണ് ബ്രോ? ഇത് 2010 മോഡലുണ്ട്. 2010 മോഡൽ. അപ്പൊ പുതിയ രജിസ്ട്രേഷൻ പേപ്പർ എടുത്ത് അപ്പൊ ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ പുതിയ ടാക്സ്, പുതിയ റിന്യൂവല്, പുതിയ ഇൻഷുറൻസ് എല്ലാം ഉണ്ട്. അപ്പൊ ഇതിപ്പോ എത്ര ചോദിക്കണേ ബ്രോ? ഇത് 1.10. 1.10. അതിലെന്തെങ്കിലും കുറയോ? ആകെ 44. എത്രാമത്തെ ഓണറാ? സെക്കൻഡ് ഓണർഷിപ്പ്. അതിലെന്തെങ്കിലും കുറയോ? കസ്റ്റമർ വരുന്നതനുസരിച്ച് കസ്റ്റമർ വരുന്നതനുസരിച്ച് ചെയ്ത് കൊടുക്കാം. അടുത്തൊരു 800. ഇതെങ്ങനെ മോഡലാണ്? ഇത് 2006 മോഡലുണ്ട്. 2006 മോഡല്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല? റീപ്ലേസ്മെന്റ് നമ്മൾ നോക്കിയിട്ടില്ല, ചെക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, എത്രാമത്തെ ഓണർ അതിപ്പോ? ഇത് ഇപ്പോ 4ാമത്തെ ഓണർ. പിന്നെ നമുക്ക് ഫൈനൽ എത്ര കൊടുക്കാം? 60 റുപ്യ ചോദിക്കുന്നത്. ചെറിയൊരു വണ്ടി കുഴപ്പം, വണ്ടി നീറ്റ്. 2006 അപ്പൊ 2026 വരെ ടാക്സ്, ഇൻഷുറൻസ് എല്ലാ പേപ്പർ 2026 വരെ ഉണ്ടാവും. ഇൻഷുറൻസോ? ഇൻഷുറൻസ് നിലവിലുണ്ട് തോന്നുന്നു. ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് തീർന്ന് എടുത്തു കൊടുക്കല്ലേ? പുതിയ പേപ്പറിൽ എടുത്തു കൊടുക്കും. 2014 മോഡലുണ്ട്. 2014. പിന്നെ എത്രാമത്തെ ഓണർ അത്? സിംഗിൾ ഓണർ ഉണ്ട്. ഓക്കെ, 1,14,000 ഓക്കെ, അത് ജെന്യൂൻ ആണോ? റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഫൈനൽ എത്ര കൊടുക്കുന്നത്? 2.15 ചോദിക്കുന്നത്. 2.15. ഓക്കെ, പിന്നെ ഇത് എത്ര ഫിനാൻസ് വരുന്നത്? ഫിനാൻസ് ഒരു 1.5-1.25 അറേഞ്ച് ചെയ്യും. ടാറ്റ നാനോ, സാധാരണക്കാരുടെ നാനോ. ഇതെങ്ങനെ മോഡലാണ് ബ്രോ? 2013 മോഡലുണ്ട്. ഓക്കെ, ചെറിയ കൈ കൊടുക്കാം. നമ്മൾ എത്ര കൊടുക്കാം? ഒരു 55 റുപ്യ ചോദിക്കണം. എന്തെങ്കിലും ആള് വരുന്നതനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ എത്രാമത്തെ ഓണർ പറയാം? സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ പറയാൻ പറ്റുമോ? കിലോമീറ്റർ 35,000 ഓടി. അത്ര ഓടിയിട്ടുള്ളൂ. പുതിയ ടയറും കാര്യം അത്ര ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാം. ചെറിയ വണ്ടിയാണ്. ചെറിയൊരു ഗ്യാരണ്ടി കൊടുക്കാം. ഓക്കെ, എത്ര പറഞ്ഞ? 55,000 നമുക്ക് ഫൈനൽ. ഹോണ്ട അമേസ്. ഇതെങ്ങനെ മോഡൽ? 2020 മോഡലുണ്ട്. 2020 മോഡൽ. പെട്രോൾ, ഓട്ടോമാറ്റിക്, ഫുൾ ഓപ്ഷൻ വണ്ടി. VXI. പിന്നെ റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. എത്ര കിലോമീറ്റർ ഓടി? 60,000 കിലോമീറ്റർ. എത്ര? 60,000 കിലോമീറ്റർ. അത് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാം. ഓക്കെ, ഫുൾ സർവീസ് ഉള്ള വണ്ടിയാണ്. കമ്പനി ഫുൾ സർവീസ് ഉള്ള വണ്ടിയാണ്. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല, ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാം. അലയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ട്രാൻസ്മിഷൻ ആണ് വണ്ടി വരുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്ങും വരുന്നുണ്ട്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഫൈനൽ എത്ര കൊടുക്കാം? 7 റുപ്യ ചോദിക്കുന്നത്. 7 റുപ്യ ചോദിക്കുന്നുണ്ട്. ചെറിയ മട്ടത്തിൽ. ഓക്കെ, എത്ര ഫിനാൻസ് ഏകദേശം? ഫിനാൻസ് ഒരു 6.5 ആ റേഞ്ചിലൊക്കെ ഫിനാൻസ് വരും. ട്രാക്കിൽ കസ്റ്റമർ. ഓക്കെ, അടുത്തൊരു സിയാസ്. ഇത് 2018 മോഡൽ വണ്ടി. 2018 മോഡൽ. ഡീസൽ വണ്ടിയല്ലേ? അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. 10-20 മുകളിൽ എന്തായാലും മൈലേജ് ഉണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. ആകെ 34,000 കിലോമീറ്റർ. ആകെ 34,000 ഗ്യാരണ്ടി. ഓക്കെ, സർവീസ് ഉണ്ട്. സർവീസിലാണ്. എത്രാമത്തെ ഓണർ അത്? സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഗ്യാരണ്ടി കൊടുക്കാം നമുക്ക്. ഇത് ZXi അല്ല, VDI അല്ലേ? ഓക്കെ, മിഡിൽ ഓപ്ഷൻ വരും. ഓക്കെ, ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളുണ്ട്. ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളുണ്ട്. 4 ഡോർ പവർ വിൻഡോ, AC, പവർ സ്റ്റാറിംഗ് ഒക്കെ വരും. സെൻട്രൽ ലോക്ക് വരുമോ? സെൻട്രൽ ലോക്ക് ഉണ്ടല്ലേ? അപ്പോൾ ഫൈനലേക്ക് എത്ര കൊടുക്കാം? ഇത് 7.25. 7.25. അത് എത്ര ഫിനാൻസ്? എത്ര ഏകദേശം? ഫിനാൻസ് ഒരു 7 റുപ്യ അറേഞ്ച് ചെയ്തത്.
ഒരു 75,000 റുപ്യ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം നമുക്ക്. നല്ല ട്രാക്കിൽ സ്റ്റാൻഡേർഡ് ടയറാണ്. ഇതെങ്ങനെ മോഡൽ? 2017 മോഡല്, ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. എത്ര കിലോമീറ്റർ ഓടിയാണ്? 70,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ. 70,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി. വേറെ റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. നമുക്ക് ഗ്യാരണ്ടി കൊടുക്കല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടിയല്ലേ? അപ്പൊ കമ്പനി അലോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയറും കാര്യങ്ങളും 80% മുകളിൽ ടയറും കാര്യങ്ങളുണ്ട്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളുണ്ട്. ഫുൾ ഓപ്ഷൻ ആണ്. പുഷ്പട്ടൻ സ്റ്റാർട്ടിങ് വരുമോ? പുഷ്പട്ടൻ വരില്ല. പുഷ്പട്ടൻ അല്ലല്ലേ, നോർമൽ സ്റ്റാർട്ടിങ്. നമുക്ക് ഫൈനലായി എത്ര കൊടുക്കാം ബ്രോ? 7,500 റുപ്യ ചോദിക്കുന്നത്. ഓക്കെ. എത്ര ഫിനാൻസ് ഏകദേശം? ഫിനാൻസ് ഒരു 6 റുപ്യ 6 റേഞ്ച്. ആ റേഞ്ചിലൊക്കെ കയറും അല്ലേ? നമ്മൾ നല്ല ട്രാക്കുള്ള കസ്റ്റമർക്ക് ആണെങ്കിൽ. അപ്പോൾ അടുത്തൊരു കിയന്റെ സെൽറ്റോസ് മോഡൽ 20 മോഡൽ വണ്ടി. 2020 മോഡൽ വണ്ടി. എത്രാമത്തെ ഓണറായി? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 49,000 കിലോമീറ്റർ ഓടിക്കുന്നു. പെട്രോൾ ഡീസലാ? ഡീസൽ. 49,000 കിലോമീറ്റർ ഡീസൽ വണ്ടി അല്ലേ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒരു റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം കസ്റ്റമർക്ക്. പിന്നെ ഇതേതാ ഓപ്ഷൻ? ഫുൾ ഓപ്ഷൻ വരിക? ഫുൾ ഓപ്ഷൻ നേരത്തെ ആയല്ലേ? അലോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയറും കാര്യങ്ങളും 80% മുകളിൽ ടയറും കാര്യങ്ങളുണ്ട്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ഉണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് പുഷ്പട്ടൻ സ്റ്റാർട്ടിംഗ് ഒക്കെ വരും അല്ലേ? അതെ, പുഷ്പട്ടൻ. ഓക്കെ. അപ്പോൾ ഫൈനലായി എത്ര കൊടുക്കാം ബ്രോ? ഇത് 13 റുപ്യ ചോദിക്കുന്നത്. 13 റുപ്യ ചെറിയ മട്ടത്തിൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ. എത്ര ഫിനാൻസ് ഏകദേശം? ഇതിമേ 12 റുപ്യ. 1,00,000 റുപ്യ ഉണ്ടെങ്കിൽ ഈ കിയന്റെ സെൽറ്റോസ് കൊണ്ടുപോവാം. നല്ല ട്രാക്കുള്ള കസ്റ്റമർക്ക് ആണെങ്കിൽ. സോണറ്റ് ഇതെങ്ങനെ മോഡൽ? 2022 മോഡല്. 2022 മോഡൽ. ഡീസലോ പെട്രോളാ? ഡീസൽ. സിംഗിൾ ഓണർ വണ്ടി. 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആകെ 17,000 ഓടിയിട്ടുള്ളൂ. കമ്പനിയിൽ ഇറങ്ങി വരുന്ന അതേപോലെ തന്നെ കുറച്ച് കിലോമീറ്റർ 17,000 ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് ഇല്ല. ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. നമുക്ക് ഗ്യാരണ്ടി കസ്റ്റമർ കൊടുക്കാം. ഇത് ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷനാ? ഫുൾ ഓപ്ഷന്റെ നേരത്തെ ആയത്തില്ലേ? അലോയും കാര്യം വരുന്നുണ്ട്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളുണ്ട്. ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഫൈനലാക്കി സോണറ്റ് 10 റുപ്യ ചോദിക്കുന്നത്. എന്താ ചെറുത്? എത്ര വയ്ക്കണേ? 10 വയ്ക്കണേ. ഓക്കെ. അതിലെന്താ ചെറുതായിട്ട് ചെയ്ത് കൊടുക്കാം. പാർട്ടി വരുന്ന വണ്ടിക്ക് പാർട്ടി വരുന്നതനുസരിച്ച് ചെയ്ത് കൊടുക്കാം. എന്തായാലും നെഗോഷിയേഷൻ ചെയ്തു. എത്ര ഫിനാൻസ് ഏകദേശം? ഇതിന് 9 റുപ്യ. ഓക്കെ. ഒരു 1,00,000 റുപ്യ ഉണ്ടെങ്കിൽ നല്ല ട്രാക്കുള്ള കസ്റ്റമർക്ക് ഉണ്ടെങ്കിൽ മേലെ ചിലപ്പോൾ കയറി കൂടെ ഇല്ല. ട്രാക്കുള്ള കസ്റ്റമർക്ക് അനുസരിച്ച്. ഇതേ മോഡൽ തന്നെ ബ്രോ? ഇത് 2022 മോഡൽ. ഫുൾ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. എത്രാമത്തെ ഓണറാ? സിംഗിൾ ഓണർ. 25,000 കിലോമീറ്റർ ഓടി. ആകെ 25,000 കമ്പനി സർവീസ്. ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പിന്നെ നമുക്ക് ഗ്യാരണ്ടി കസ്റ്റമർ കൊടുക്കാം. അലോയും കാര്യങ്ങളുണ്ട്. ഫുൾ ഓപ്ഷൻ വരുന്നത് ബ്രോ? ഓക്കെ. അലോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കമ്പനി അലയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ഉണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം ടച്ച് സ്ക്രീനൊക്കെ വരുന്നുണ്ട്. പുഷ്പട്ട സ്റ്റാർട്ടിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഫൈനൽ എത്ര കൊടുക്കാം ബ്രോ? ഇത് 9,500 റുപ്യ. 9,500. എത്ര ഫിനാൻസ് ഏകദേശം? ഫിനാൻസ് ഒരു 9 റുപ്യൻ്റെ അടുത്ത്. 9 റുപ്യൻ്റെ അടുത്ത്. നല്ല ട്രാക്കുള്ള കസ്റ്റമർക്കാണെങ്കിൽ 9 റുപ്യൊക്കെ കയറൂല്ലേ? ഇത് ബ്രസ് അല്ലടാ? ഇത് ബ്രസ്സാ. അടുത്തൊരു ബ്രസ്സാ, റെഡ് കളർ ബ്രസ്സാ. ഇത് 2023 മോഡലുണ്ട്. 2023 മോഡൽ. പിന്നെ എത്രാമത്തെ ഓണറാ? സിംഗിൾ ഓണർ. 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. അത് കമ്പനി സർവീസും കാര്യങ്ങളുണ്ട്. ഓക്കെ. റീപ്ലേസ്മെന്റും കാര്യമൊന്നുമില്ല. ഓപ്ഷൻ വരുന്നത് ZXi ആണ്. സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളുണ്ട്. സൺറൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫൈനൽ എത്ര കൊടുക്കാം? നമ്മൾ 11,500 റുപ്യ കൊടുക്കാം. 11,500. അതിൽ എത്ര ഫിനാൻസ് ഏകദേശം? 11 റുപ്യ എടുത്ത് ഒരു 10-25 റുപ്യ ഉണ്ടെങ്കിൽ വണ്ടി കൊടുക്കാം. പിന്നെ നല്ല ട്രാക്കുള്ള കസ്റ്റമർക്കാണെങ്കിൽ ഒരു 10-25 റുപ്യ ഉണ്ടെങ്കിൽ വണ്ടി എടുക്കാം. അടുത്തൊരു ബലേന, വൈറ്റ് കളർ ബലേന. 2024 മോഡല്. 6,000 കിലോമീറ്റർ ഓടിയത്. വെറും 6,000. കമ്പനിയിൽ നിന്ന് ഇറങ്ങി വരുന്ന അതേപോലെ തന്നെ. റീപ്ലേസ്മെന്റും കാര്യമൊന്നുമില്ല. ഫസ്റ്റ് സിംഗിൾ ഓണർ അല്ലേ? ഓക്കെ. റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം കസ്റ്റമർക്ക്. ഇതേത് ഓപ്ഷൻ വരുന്നടാ? ഇത് സീറ്റ് അല്ലേ? അലയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സീറ്റവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ. ബ്രോ, ഈ കുറഞ്ഞ കിലോമീറ്റർ 6,000 കിലോമീറ്റർ ഓടിയ വണ്ടി നമുക്ക് ഫൈനൽ എത്ര കൊടുക്കാം? 8,500 റുപ്യ കൊടുക്കാം. 8,500. അതിന് എത്ര ഫിനാൻസ് കയറും? ഫിനാൻസ് ഒരു 8 റുപ്യ. ഒരു 75 റുപ്യ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. നമ്മുടെ നല്ല ട്രാക്കുള്ള കസ്റ്റമർക്ക് ആണെങ്കിൽ. ഓക്കെ. പിന്നെ ലൊക്കേഷൻ എങ്ങനെ വരുന്നത് ബ്രോ? കറക്റ്റ് ലൊക്കേഷൻ എങ്ങനെ വരുന്നത്? മലപ്പുറം കോട്ടക്ക, കോഴിക്കോട് റോഡ്, വെന്നൂർ എന്ന സ്ഥലത്ത്. വെന്നൂർ എന്ന സ്ഥലത്തില്ലേ? അപ്പോൾ നമ്മളിപ്പോ പരപ്പനങ്ങാടി ഭാഗത്തുനിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ കോട്ടക്ക റോഡ് ആണെങ്കിൽ മില്ലുംപടി. വെന്നൂർ കഴിഞ്ഞിട്ട് അടുത്ത ഷോപ്പ് മില്ലുംപടി അല്ലേ? നമ്മളിപ്പോ കസ്റ്റമറെ എന്താണ് ഇപ്പൊ വാട്സപ്പിൽ ഇപ്പോ ഏതൊക്കെ വണ്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ടാണെങ്കിൽ നമുക്ക് കാറ്റലോഗ് ഉണ്ടോ അവിടെ? കാറ്റലോഗ് ഇല്ല. നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും ചെയ്ത് കൊടുക്കാം. ഏതാ വണ്ടി ചോദിക്കണം ആ വണ്ടിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്രണ്ട്സ്, അപ്പൊ നമ്മളെ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അത് മാക്സിമം ഞാൻ ഉൾപ്പെടുത്തി വിചാരിക്കുന്നുണ്ട്. അപ്പോൾ
ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ 2 ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്, അതൊന്ന് ഫോളോ ആക്കുക. റെനീസ് വ്ലോഗ്സ്, റെനീസ് കാർഡ് സ്പോർട്സ്, ഇതൊന്ന് ഫോളോ ആക്കുക. അപ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.